ഹായ് ഓൾ, നമുക്കൊരു ക്യാപ്സിക്കം ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഓംലെറ്റ് റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലത്തെ 3 റിങ്സ് ആയിട്ട് മുറിച്ചെടുക്കുക. ഏകദേശം ഈ ഒരു കനത്തിൽ മുറിച്ചെടുക്കുക. ഇതിന് ബാക്കി വരുന്ന പോർഷൻ കളയണ്ട, അത് നമുക്ക് മുറിച്ച് ഓംലെറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 റിങ്സിന് 2 മുട്ട ധാരാളം മതിയാവും. ഇനി അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. ആദ്യം മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കത്തിൽ നിന്ന് ബാക്കി വന്ന പീസ് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഒരു മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ എടുക്കുക. എന്നിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റോ തക്കാളിയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന റിങ്സ്, ക്യാപ്സിക്കത്തിൻ്റെ റിങ്സ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുക. ഈ ക്യാപ്സിക്കം ഒത്തിരി നേരമൊന്നും കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂണിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകും, അത് കാര്യമാക്കണ്ട, നമുക്കത് ബാക്കി മുറിച്ച് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ എല്ലാ ക്യാപ്സിക്കത്തിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡ് മറിച്ചിടാം. അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ പോർഷൻ നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിടാവുന്നേ ഉള്ളൂ. മുട്ട ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ടാവും. നമുക്കിനി അപ്പുറത്തെ സൈഡോടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ കൂടെ ഉള്ളത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മാറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. 2 സൈഡും ഏകദേശം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ആ സൈഡിൽ കൂടെയുള്ള പോർഷനൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ക്യാപ്സിക്കം മേടിക്കുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലത്തെ വീഡിയോസിനെയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.